ഷിരൂരിൽ രക്ഷാദൗത്യം തുടരുന്നതിനിടെ കനത്ത മഴയാണ്. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മഴ മുന്നറിയിപ്പ് തെരച്ചിലിനെ ബാധിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് എത്തി. ഷിരൂരിൽ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ഡ്രഡ്ജിംഗ് അതിൻ്റെ 4ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടിയാലോചന നടത്തിയതിന് ശേഷം ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ വീണ്ടും പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയായിരിക്കും നമ്മുടെ ഇനി തിരച്ചിലിൻ്റെ ഒരു നമസ്കാരം. ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഡ്രഡ്ജറിൻ്റെ കൂടെ ഞാൻ ഇവിടുത്തെ മഹീന്ദർ പറഞ്ഞിട്ട് ആളുണ്ട്, അവരുടെ കൂടെ സംസാരിച്ചു. പിന്നെ ഇവിടുത്തെ SP ഉണ്ട് നാരായണ, അവരുടെ കൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ MLA ഉണ്ട് സതീഷ് MLA, അവരോടും സംസാരിച്ചു. അപ്പോൾ അവർ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് 2 സ്ഥലത്തിൻ്റെ ഇൻബിറ്റ്വീന് ട്രക്സിൻ്റെ കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മോസ്റ്റ് ലൈക്ലി ടാങ്കറിൻ്റെ പാർട്സാണ് തോന്നുന്നു. ടാങ്കറിൻ്റെ ക്യാബിൻ്റെ സൈഡ് ഡോറും ഉണ്ട്, വീൽസ് ഉണ്ട്. അതൊരു ക്ലിയർ ആയിട്ട് നമ്മൾ CP1 CP2 അതൊക്കെയാണ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്തത് ആവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതേപോലെ അവിടെ അത് സാധനം കിട്ടിയിട്ടുണ്ട്. ഭാരത് ബെൻസിൻ്റെ ഇന്നലെ നമുക്കൊരു ചെറിയൊരു പാർട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡിൻ്റെ ഒരു വുഡൻ അയറൻ പീസ് കിട്ടിയിട്ടുണ്ട്. അതൊരു റെഡ് ആൻഡ് വൈറ്റ് മാർക്സ് ആയിട്ട് ഭാരത് ബെൻസിൻ്റെ മാച്ചിങ് മാർക്സ് ആണ് തോന്നുന്നു. അത് ഇന്നലെ വെരിഫൈ ചെയ്തപ്പോൾ അത് മാച്ചിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ചെറിയ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം പ്രകാരം ഭാരത് ബെൻസ് ഇതിൻ്റെ പുഴയുടെ അകത്ത് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. സർ, CP4 അടക്കമുള്ള സാറ് മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഇന്ന് തിരച്ചിൽ വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകളോ സാറ് പ്രത്യേകമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഡ്രഡ്ജിംഗ് കമ്പനി? അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ പ്ലാൻ. അതായിരുന്നു വെള്ളത്തിൽ പോയിട്ട് വീണ്ടും 4 സ്പോട്ടും അവർക്ക് കറക്റ്റ് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇത്ര മഴയുണ്ട്, നല്ലോണം മഴ കൂടിയാണ് പോകാൻ പോകുന്നത്. നോക്കാം എങ്ങനെ പോയിട്ട് അവർക്ക് ഈ മാർക്ക് കൊടുക്കാൻ പറ്റും. അവർ ചിലപ്പോൾ അവിടെ ഒരു ആങ്കർ ഇടിയിട്ട് പിന്നെ അവിടെയാണ് CP4ഉം CP3യും രണ്ടിലും തിരഞ്ഞു നോക്കും. CP4ൻ്റെ അടുത്ത് നമുക്ക് പൈലന് ഒരു കിട്ടി, ടവർ ഇല്ലേ, ഇലക്ട്രിക്കിൻ്റെ ടവർ, ആ ടവർ പൈലൻ എന്ന് പറയും, അതിനും കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ട്രക്കാണോ അതോ CP3യിലാണോ അതൊന്ന് ഒന്നുകൂടെ പോയി പരിശോധിച്ചിട്ട് അതിൻ്റെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. തിരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് പോലെ മഴ വീണ്ടും കനക്കാണ്. അത് തിരച്ചിലിന് പ്രതിസന്ധി മാറും, ഭയങ്കര പ്രശ്നമായിരിക്കും. അടുത്ത 5 ദിവസം ഭയങ്കര മഴയുണ്ട്, കാറ്റുമുണ്ട്. ആസ് പെർ പ്രഡിക്ഷൻ കാറ്റ് 15 to 25 knots കാറ്റാണ് പോകുന്നത്. മഴയും ഒരുപാട് മഴയാണ്, 100% ഹ്യൂമിഡിറ്റി ആയിട്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ തരയുമെന്ന ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കാം, അവിടെ അറ്റ്ലീസ്റ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ മഴ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് സെർച്ചിങ് നടക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. അങ്ങനെയാണെങ്കിൽ പുഴയിൽ അടിയൊഴുക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അല്ലേ? കറക്റ്റ്. മഴ നിന്നാൽ പറ്റും, പക്ഷേ ഈ ലെവൽ മഴയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പണി ചെയ്യാൻ പറ്റും. പക്ഷെ മഴയും കാറ്റും കൂടിക്കഴിഞ്ഞാൽ ഡ്രഡ്ജർക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മഴ ചെറിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും CP4ഉം CP3യും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് അദ്ദേഹം ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുന്നത്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ഷിരൂർ. വിശദാംശങ്ങളുമായി സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് അവിടെ നിന്നും. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഏതായാലും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഊർജിതമായി ഇന്ന് തെരച്ചിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? മോദി, തീർച്ചയായും ഇന്ന് ഊർജിതമായ തരത്തിൽ തന്നെ തിരച്ചിൽ നടക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ അധികൃതരും അതുപോലെ തന്നെ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലനും നടത്തിയിട്ടുള്ളത്. കാരണം CP4ഉം CP3യും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ, ആ തരത്തിലുള്ള ഒരു പ്ലാനാണ് ഇന്ന് രാവിലെ തൊട്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തിയതിനു ശേഷം കൈക്കൊണ്ടത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് കാണാം, മൂടൽ മഞ്ഞുണ്ട്, അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. വീണ്ടും ദുരന്തം നടന്ന സമയത്തിന് സമാനമായ തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റം ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചന കൂടി ഇന്ദ്രബാലൻ നമ്മളോട് സംസാരിച്ച സമയത്ത് പങ്കുവെക്കുകയുണ്ടായി. എന്നാലും അവിടെ റെഡ് അലർട്ട് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടോ?
റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഇത് പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ്. അപ്പോൾ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജലാശയങ്ങളിലും കടലിലും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വലിയ എതിർപ്പുണ്ട്. അതുപോലെ മലയോര പ്രദേശങ്ങളിൽ പോയി പോകുന്നതിനൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് കൊങ്കൺ ടെറൈനാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും മഴയുണ്ടാകുമ്പോൾ വലിയ പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാവാറുള്ള ഒരു മേഖലയാണ്. തീവണ്ടി ഗതാഗതത്തെയൊക്കെ തന്നെ ഗുരുതരമായി പലപ്പോഴും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ തന്നെ തീവണ്ടികൾ പലതും മണിക്കൂറുകളോളം വൈകിയാണ് ഓടുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഈ ഒരു ടെറൈനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഗോവയുടെ ഒരു ഭാഗത്തെയും ഉത്തര കന്നഡ, ദക്ഷിണ കന്നഡ ജില്ലകളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഇനി ഡ്രെഡ്ജിങ് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനിടയിൽ മുന്നോട്ടേക്ക് പോവുക എന്നത് ഏറെ നിർണായകമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം CP ഫോറും CP3യും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും മുന്നോട്ടേക്ക് പോവുക. മോത്തി, ബന്ധുക്കൾ അവിടെ തന്നെ തുടരുന്നുണ്ടോ? ഇനി അവരെന്താണ് പറയുന്നത്? ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ബന്ധുക്കൾ ഇപ്പോഴത്തെ നിലയിൽ മോത്തി പറയുന്നത് അവർ ഇവിടെ തന്നെ തുടരാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം 10 ദിവസം ഇവിടെ നിരന്തരമായ രീതിയിൽ തെരച്ചിൽ നടത്തുമെന്നുള്ളൊരു ഉറപ്പ് ജില്ലാ ഭരണകൂടം അവർക്ക് നൽകിയിട്ടുണ്ട്. അവർ ആ ഉറപ്പിൽ തൃപ്തരുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇന്നലെ അർജുന്റെ സഹോദരിയായ അഞ്ജുവും സഹോദരി ഭർത്താവായ ജിതിനും ഇന്നലെ ഇവിടെ നിന്ന് കണ്ടെത്തിയ ലോഹഭാഗങ്ങളും അതുപോലെ തന്നെ ചില വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ബാഗ് അടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെ തിരിച്ചറിയാനായി അവരെ ഡ്രെഡ്ജറിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്തിൽ അവിടെ നിന്ന് കണ്ടെത്തിയ യാതൊന്നും അർജുൻ്റേതല്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ നമ്മളോട് പറഞ്ഞു. എന്നാലും നല്ല രീതിയിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കുടുംബവും പറയുന്നത്. അവർക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. ഈ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുന്നു. കാർവാർ MLA അവരോട് എല്ലാ സമയവും കൃത്യമായ രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ കൂടി കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് തിരച്ചിൽ നിലവിൽ മുന്നോട്ടേക്ക് പോകുന്നത്. മോത്തി.